ഇനി നമുക്ക് ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ഷീജ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ഷീജ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൽ കാണേണ്ടത് ഈ 37 മണിക്കൂർ നീണ്ട ഒരു കുട്ടിക്കായുള്ള ജാഗ്രതായ പ്രവർത്തനം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും സാധ്യമാകാത്ത തരത്തിലാണ് ഒരിക്കൽ കൂടി ഈ സംസ്ഥാനം തെളിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്ഷേമ സംബന്ധിയായ താല്പര്യത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇതിനെടുത്ത എഫർട്ടുകൾ? ഈ കുട്ടിയിലേക്ക് എത്തുന്നതിനും സഹായകമായതൊരു മലയാളി പ്രവാസി അസോസിയേഷനാണ്, മലയാളി കൂട്ടായ്മ. തീർച്ചയായും അജിംഷാദ്, ഈ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് നടന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇതിൽ ഇവിടുത്തെ ഈ സംസ്ഥാനത്തുള്ളതാണോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തുള്ളതാണോ എന്നൊരു വേർതിരിവൊന്നും ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും നമ്മൾ കാണിക്കാറില്ല. നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും ഒറ്റക്കെട്ടായി ആ കാര്യത്തെ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം ഒന്നുകൂടി തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം ഈ കുഞ്ഞിനെ കാണാതായത് മുതൽ സംസ്ഥാന പോലീസ് കേരള പോലീസ് കൈക്കൊണ്ട നടപടികൾ എന്ന് പറയുന്നത് അത്രത്തോളം ചടുലമായ നടപടികൾ തന്നെയായിരുന്നു. കാരണം കേവലം ഒരു മിസ്സിംഗ് കേസ് ആയി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ മിസ്സിംഗ് കേസിൻ്റെ ഭാഗമായി അന്ന് രാത്രി തന്നെ വലിയ തോതിലുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്നു. അതിനെ തുടർന്ന് ഈ കുട്ടി ട്രെയിനിൽ കയറി എന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ട്രെയിൻ പോയ മാർഗയെ തന്നെ പോലീസും പോകുന്നു, മാധ്യമങ്ങളും പോകുന്നു. ആ രീതിയിൽ വലിയൊരു അന്വേഷണം നടക്കുന്നു. കന്യാകുമാരിയിലേക്ക് എത്തുമ്പോൾ പോലും അവിടെയും പലരും ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി മലയാളിയാണോ, അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇത്രത്തോളം ഈ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരു മലയാളി എന്നതിനപ്പുറത്തേക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഒരു സിസ്റ്റം മുഴുവൻ ഷീജ സൂചിപ്പിച്ചതുപോലെ ഒരു സിസ്റ്റം മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ്. ഇത് നോക്കൂ, മാതാപിതാക്കളുടെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം ഞാൻ ഷീജയിലേക്ക് എത്താം. കാരണം ഷീജ പറഞ്ഞത് പൂർത്തിയാകുന്നത് പോലും അങ്ങനെയാണ്. കാരണം ഈ കുട്ടിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ മാതാപിതാക്കൾ സർക്കാരിനും പോലീസിനും പ്രത്യേകം നന്ദി പറഞ്ഞു. നാട്ടിലെത്തിയാൽ ഉടൻ ആസാമിലേക്ക് മടങ്ങുമെന്ന കാര്യവും മാതാപിതാക്കൾ പങ്കുവച്ചു. വീഡിയോ കോൾ വഴി കുട്ടിയുമായി മാതാപിതാക്കൾ സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. ആ വാക്കുകളൊന്ന് കേൾക്കാം. आने से बाद तो समझाएगा, अच्छे से देखेगा, क्या करेगा. मेरा मतलब है मैं जाएगा, गाँव चले जाएगा. दोबारा ऐसा गलती करेगा तो कहाँ ढूंढूँ. अब साथ है तो मिल गया, अबार ढूंढेगा तो मिलेगा कहीं नहीं मिलेगा. वो मेरा बॉय है, बच्चा है ना, तो 13 साल का लड़की. मेरा किस गांव के लिए तो जवाना बच्चा है ना. आप इधर रुकने के बाकी पूरा फैमिली वापस जाओगे काम छोड़कर जाएगा. തീർച്ചയായും ഷീജ, അതാണ് ആ മാതാപിതാക്കൾ അവരുടെ ഭാഷയിൽ പങ്കുവച്ചത് സർക്കാരിനും പോലീസിനും ഉള്ള നന്ദിയാണ്. അതിലേക്ക് അവർ ഹൃദയം തുറക്കുന്നത് അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളാണ്. ഇത് മാത്രമല്ല, വി ശിവൻകുട്ടി ഇന്നലെ നേരിട്ട് അവിടെ എത്തുന്നു സർക്കാരിനെ പ്രതികരിച്ച്. അതിനുശേഷം അവരെ കാണുന്നു, ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം മൊബൈൽ വരെ, അവരുടെ സാമ്പത്തിക അവസ്ഥയെ കണ്ടിട്ട് ഇരുവർക്കും മൊബൈൽ വരെ നൽകുന്നൊരു സാഹചര്യമുണ്ടായി. അതോടൊപ്പമാണ് ഈ പോലീസും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഈ കുട്ടിക്ക് വേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ശ്രദ്ധയിൽ ഇത് ഇടപെടാനും ഒക്കെ സാധിച്ചത് കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ജാഗ്രതത്തായ ഒരു പ്രവർത്തനം കൂടിയാണ്. ഷീജ, തീർച്ചയായും അജിംഷാദ്, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം കാണാതായ കുട്ടിയുടെ കുടുംബത്തെ ഒപ്പം ചേർത്തുകൊണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു തെരച്ചിൽ അത് തന്നെയായിരുന്നു പ്രധാനമായും നടന്നിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് സർക്കാർ അതിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ആ കുടുംബത്തിന് ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇട നൽകാതെ കുട്ടിയെ കണ്ടെത്തുമെന്നുള്ളൊരു ഉറപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ നൽകി. അതിനൊപ്പം തന്നെയാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും നടക്കുന്ന അന്വേഷണത്തിൻ്റെ പുരോഗതി അടക്കം അവരെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയതും. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വിശാഖപട്ടണത്തുള്ള മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരോട് തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇടപെടൽ കൂടിയാണ് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും അത്തരത്തിൽ മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികൾ ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ ഒരുപോലെ എല്ലായിടത്തു നിന്നും ഇടപെടുന്നു. കാരണം ഇവിടെ ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ അത്
ആ കുഞ്ഞ് എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടായി. അങ്ങനെ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു അന്വേഷണവും നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഏതായാലും ആ രീതിയിൽ നടത്തിയ ഒരു കൂട്ടായ പരിശ്രമം അത് തന്നെയാണ് ഇപ്പോൾ ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘം കൂടി വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ നാളെ പുലർച്ചയോടുകൂടിയാണ് അവിടേക്ക് എത്തുക. ഈ കുഞ്ഞിന് ആദ്യഘട്ടത്തിൽ വേണ്ട പരിചരണമൊക്കെ അവിടെ നൽകി വരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ കുഞ്ഞിന് പ്രത്യേക കൗൺസിലിംഗ് നൽകി. അതിൻ്റെ ആ ഒരു വലിയൊരു പേടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ആ ട്രെയിനിൽ ഇവിടെ നിന്നും കയറി ഈ വിശാഖപട്ടണത്തെത്തി അവർ കണ്ടെത്തുന്നത് വരെയും ആ കുഞ്ഞ് ഇടയ്ക്കിടെയായി കരഞ്ഞുകൊണ്ടിരുന്നു. ഭക്ഷണം കൃത്യമായി ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിചരണം കൂടി ആ കുഞ്ഞിന് ലഭിക്കേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായ രീതിയിൽ ഇപ്പോൾ അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി സംസ്ഥാന പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചംഗ സംഘം ഇവിടെ നിന്നും തീർച്ചയായും ഷീജ, അതായത് ഇനിയിപ്പോൾ അഞ്ചംഗ സംഘം, അതിൽ വനിതാ പോലീസ് അടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉള്ള സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത്. അവരവിടെ എത്തുന്നു. അതിനുശേഷം RPFുമായി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അവളെ ഇവിടെ എത്തിക്കുന്നു, ഈ കുട്ടിയെ ഇവിടെ എത്തിക്കുന്നു. അതിനുശേഷം ഇവർ മാതാപിതാക്കൾക്ക് കൈമാറുന്നതിന് മുമ്പ് ആരോഗ്യ സംബന്ധിയായും ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ മാനസികമായും ഒക്കെയുള്ള കരുത്ത് നൽകുന്ന രീതിയിലുള്ള ശാസ്ത്രീയ ഇടപെടൽ സംസ്ഥാനം ചെയ്യും. അതിനുശേഷമേ മാതാപിതാക്കൾക്ക് നൽകൂ, അല്ലേ? അങ്ങനെയാകും. തീർച്ചയായും അജിംഷാദ്, ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കുഞ്ഞിനെ കണ്ടെത്തി അവർ നിലവിലിപ്പോൾ വേണ്ട ചികിത്സയും ഭക്ഷണവും ഒക്കെ നൽകുന്നുണ്ട്. അതിനുശേഷം നാളെയോടുകൂടി അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടേക്ക് കേരള പോലീസ് സംഘം, അതായത് കഴക്കൂട്ടം SIയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഇവിടേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇവിടെ എത്തിയാൽ സംസ്ഥാനത്ത് എത്തിച്ചതിൻ്റെ ചില നടപടിക്രമങ്ങളുണ്ട്. കാരണം കുഞ്ഞിൻ്റെ വൈദ്യപരിശോധന നടത്തി ആ കുഞ്ഞിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും കൈമാറുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൽകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും രക്ഷിതാക്കളും അറിയിച്ചത് ഇനിയിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ലഭിച്ചാൽ ഉടൻ തന്നെ അസമിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, മറ്റൊരു ആ രീതിയിൽ പോകുക എന്നുള്ളതാണ് കരുതുന്നത്. കാരണം കുഞ്ഞിനും വലിയ തോതിൽ, കാരണം കുഞ്ഞ് അമ്മയുമായി പിണങ്ങി ആണ് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് അവർ മുന്നിൽ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ രീതിയിൽ നാട്ടിലേക്ക് മടങ്ങുന്നത് കാര്യമടക്കം ആലോചിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും കുഞ്ഞിൻ്റെ പൂർണ്ണ സുരക്ഷിതത്വം അത് കേരള പോലീസ് ഇതിനകം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തന്നെയായിരിക്കും രക്ഷിതാക്കൾക്ക് കുട്ടിയെ കൈമാറുക. ജംഷാദ്, ഈ നടപടിക്രമങ്ങൾക്ക് ഒപ്പം ഈ കുട്ടി ഒരു മാതാപിതാക്കളുമായി ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റിലാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. 13കാരിയാണ്. സ്വാഭാവികമായും ഉണ്ടാകാവുന്ന പ്രായത്തിൻ്റെ ചാബല്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അപക്വതകളൊക്കെയാണ് ഇതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതിൻ്റെ അപകടം ബോധ്യമാക്കുക, പിന്നീട് അത് മാത്രമല്ല ഇവരുടെ ഒരു പശ്ചാത്തലം, മലയാളികളല്ല, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ പരിഗണിക്കുന്ന തരത്തിലേക്കുള്ളൊരു കെയറാകും ഇവർക്ക് കൊടുക്കുക. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഈ കുട്ടിയുമായി ലഭിച്ചാൽ ഉടനെ ആസാമിലേക്ക് പോകുമെന്നാണ്. ഷീജ, തീർച്ചയായും അജിംഷാദ്, ഈ കുഞ്ഞിന് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് ആദ്യഘട്ടത്തിൽ തന്നെ നൽകും എന്നുള്ള കാര്യം പോലീസ് തന്നെ അറിയിച്ചിട്ടുള്ളത്. കാരണം സംസ്ഥാന സർക്കാരും ആ രീതിയിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കുഞ്ഞ് വളരെ വലിയ തോതിൽ തന്നെ പേടിച്ചു പോയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മനോനില അത് സ്റ്റേബിൾ ആക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്.